ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ പ്രിസംസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 208 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നോക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? ദ ഡ്രം ഓഫ് എ റോഡ് റോളർ ഹാസ് ബേസ് ഡയമീറ്റർ 80 സെന്റിമീറ്റേഴ്സ് ആൻഡ് ലെങ്ത് 1.2 മീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റോഡ് ലെവൽ വെൻ ഇറ്റ് റോൾസ് വൺസ്? ടെക്സ്റ്റിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ഇവിടെ ആ റോളറ് അതിന്റെ നീളം തന്നിട്ടുണ്ട് 1.2 മീറ്റർ ആണ്. അതിന്റെ ബേസ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം തന്നിട്ടുണ്ട് 80 സെന്റിമീറ്റർ ആണ്. നമ്മൾ എന്താ ചോദിച്ചത്? ഈ റോളർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യണത്? റോഡ് ലെവൽ ചെയ്യാനാണ് അല്ലേ. അപ്പൊ നിരപ്പാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ നിരപ്പായ ഭാഗത്തിന്റെ ഒരു തവണ ഈ റോളർ അങ്ങനെ റോൾ ചെയ്യുമ്പോൾ ആ നിരപ്പായ ഭാഗത്തിന്റെ ഏരിയ, അത് നിരപ്പാക്കിയ ഭാഗത്തിന്റെ ഏരിയയാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഏതാണ് നമ്മളെ ആള്? ഇതാണ് റോൾ ചെയ്യണത് അല്ലേ. ഈ ഇത് റോളറിൽ ഇയാളല്ലേ നമ്മളെ അങ്ങനെ നിരപ്പാക്കണ റോഡ് ഇങ്ങനെ നിരപ്പാക്കി മാറ്റുന്നത് ഇയാളല്ലേ. അപ്പോൾ ഇയാള് ഒരു ടൈം ഇങ്ങനെ കറങ്ങുമ്പോൾ അപ്പോൾ അവിടുത്തെ ഏരിയ എത്ര, നിരപ്പായ ഭാഗത്തിന്റെ ഏരിയ എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊരു റോളറാന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുകയാണേ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ലൈൻ ഇവിടെ തന്നെ എത്തണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറങ്ങി വീണ്ടും ഈ ലൈനിൻ്റെ ഇവിടെ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തവണ ഇതിൻ്റെ മൊത്തം ഏരിയ, ഈ ഏരിയ ഇങ്ങനെ ഇതിൻ്റെ മൊത്തം ഇതെങ്ങനെ വെക്കുമ്പോൾ ഈ ഏരിയ മൊത്തം ഒരു തവണ ഉണ്ടാവില്ലേ? ഒരു തവണ ഇത് അവിടെ നിന്ന് കറങ്ങണതാ. ഈ ക്യാമ്പിലിൻ്റെ എഴുതി ഇപ്പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഇത്രയ്ക്ക് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഒരു ഇത്രയും ഏരിയ അല്ലേ. ഒരു വൃത്തസ്തംഭം അല്ലെങ്കിൽ ഒരു സിലിണ്ടറിന്റെ ഇത്രയും ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയ അല്ലേ, വക്രതല പരപ്പളവല്ലേ നമ്മൾ കാണേണ്ടത്. യെസ്. അപ്പൊ നമുക്ക് ഒരു തവണ കറങ്ങാന്ന് പറയുമ്പോൾ അവിടെ എന്തിനോട് ഈക്വൽ ആണ്? ഈ ഒരു സിലിണ്ടറിന്റെ അല്ലെങ്കിൽ ഈ റോളറിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയ അല്ലെങ്കിൽ വക്രതല പരപ്പളവിന് അത് ഈക്വൽ ആണ്. അത് മനസ്സിലായോ? അപ്പൊ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് റോഡ് ലെവൽ വെൻ ഇറ്റ് റോൾസ് വൺസ്. ഒരു തവണ ആ ഡ്രം ഇങ്ങനെ കറങ്ങുന്ന സമയത്ത്, അതായത് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ നിരപ്പാകുന്ന സ്ഥലത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? കേർവ് സർഫേസ് ഏരിയ ഓഫ് ഡ്രം. ആ ഡ്രമ്മിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയ അല്ലെങ്കിൽ വക്രതല പരപ്പളവിന് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് തന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതി വെക്കാം. നമുക്കിവിടെ എന്തെല്ലാം തന്നിട്ടുണ്ട്? നമുക്കിവിടെ അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ഡയമീറ്റർ അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാസം തന്നിട്ടുണ്ട്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 80 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ നീളം തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 1.2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നെ രണ്ടെണ്ണം നോക്കുമ്പോൾ ഒന്ന് മീറ്ററിലാണ്, ഒന്ന് സെന്റിമീറ്ററിലാണ്. അത് നമുക്ക് പറ്റുമോ? ഇല്ല. നമുക്ക് രണ്ടും സെയിം യൂണിറ്റിൽ വരണം, എന്നാലേ നമ്മുടെ ആൻസർ ശരിയാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ 1.2 മീറ്ററിനെ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ടൊക്കെ മാറ്റാം. അപ്പൊ രണ്ടും സെന്റിമീറ്ററിലായിരിക്കും. അപ്പൊ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ടാക്കി മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ഒരു മീറ്ററുള്ള ഒരളവിന് സെന്റിമീറ്ററിലോട്ടാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിന് ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു 1.2 ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ ഇവിടെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പോയിന്റ് ഒരു 0 ആണെങ്കിൽ പോയിന്റ് ഒരു തവണ ഇങ്ങോട്ട് മാറും. അപ്പോൾ എന്തായി? ഇവിടെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കുന്നത് 12 കിട്ടിയിരുന്നു. ഇനി ഒരു 0 കൂടി ഉണ്ട്, ആ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടി? 120 കിട്ടി. അപ്പോൾ 120 സെന്റിമീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് ഡയമീറ്റർ 80 കിട്ടിയിട്ടുണ്ട്. ലെങ്ത് എത്ര കിട്ടി? ലെങ്ത് 120 കിട്ടി. ഇനി ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇക്വേഷൻ നമുക്ക് ലെങ്ത്തിന്റെ ആവശ്യമില്ല അല്ലേ. പക്ഷേ ഇവിടെ ഈ റോളറിന് ആദ്യം അവിടെ നിന്ന് വരയ്ക്കട്ടോ. ആദ്യം റോളർ ഇതാ ഇങ്ങനെയാണ് അല്ലേ. ഈ റോളർ ഇതാ ഇങ്ങനെയാണ്. ഇവിടുത്തെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 80 ആണ് തന്നിട്ടുണ്ട്. ഈ ലെങ്ത് ആണ് നമുക്ക് 120 തന്നിട്ടുണ്ട്. ഈ റോളർ നമ്മളെ പിടിച്ച് ഇങ്ങനെ നിർത്തി. ഇതിപ്പോൾ കിടക്കണ റോളറല്ലേ. അപ്പം മതി കിടന്നത് എണീറ്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റോളറിനെ ഇങ്ങനെ എണീപ്പിക്കുമ്പോൾ ഡയമീറ്റർ ഇവിടെ 80 ഉണ്ടാവും. ഈ സംഭവമല്ലേ ഇത് രണ്ടും 120. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് എച്ച് അല്ലേ. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആണ്? അവിടെ എച്ചിനോട് ഈക്വൽ ആണത്, ഹൈറ്റിനോട് ഈക്വൽ ആണ്. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഒന്ന് എഴുതാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കേർവ്ഡ് സർഫേസ് ഏരിയ ഈക്വൽ ടു എന്താണ്? നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ. എന്താണ്? ഡയമീറ്റർ എന്നൊരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ റേഡിയസ് ആണെങ്കിൽ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഡയമീറ്റർ അല്ലേ തന്നത്. അപ്പൊ ഡയമീറ്റർ വെച്ചുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പൊ കേർവ്ഡ് സർഫേസ് ഏരിയ അല്ലെങ്കിൽ വക്രതല പരപ്പ് എന്ന് പറഞ്ഞാൽ πdh, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ഡിക്ക് പകരം 2r നോക്കണം, 2πrh എന്നുള്ള റേഡിയസ് ആണ് തന്നെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ് πdh. നമുക്ക് π അറിയാം, d നമുക്കറിയാം, h നമുക്കറിയാം. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ വരും?
അപ്പോൾ ഈക്വൽ ടു പൈക്ക് നമുക്കറിയാം 3.14 ഇൻറ്റു ഡി എത്ര നമുക്ക് തന്നിരിക്കുന്നത് 80 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 80 അതുപോലെ എഴുതി ഇൻറ്റു എച്ച് എത്ര തന്നിരിക്കുന്നത് 120 നമ്മൾ സെൻറ്റിമീറ്ററിലായിട്ട് ആക്കിയപ്പോൾ 120 കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം 3.14 ഇൻറ്റു 80 ചെയ്യാം. അപ്പോൾ 3.14 പകരം നമുക്ക് 314 എന്ന് എടുത്തു. 80ക്ക് പകരം നമ്മളിവിടെ 8 ആണ് എടുക്കണം, 0 ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്ത് വന്നു ഇവിടെ 8 ഇൻറ്റു 4 4 32, ഇവിടെ 3 1 ഇൻറ്റു 8 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 11 കിട്ടി. 1 എഴുതി, വീണ്ടും ഒരു 1 ഇവിടെ ഉണ്ട്. 3 ഇൻറ്റു 8 ഇങ്ങോട്ട് 24, 24 1 25. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ 80 കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും 80 കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ എന്ത് വരാം നമ്മുടെ ആൻസർ എത്ര കിട്ടിയത് 25120 എഴുതി. ഇനി പോയിന്റ് എവിടെ ഉണ്ട്, ഇവിടെ 2 നമ്പർക്ക് ഇപ്പുറം ശരിക്കും നമ്മൾ ഇവിടെ പോയിന്റ് ഇടണം. അപ്പോൾ 251.2 കിട്ടി. ഇനി ഇൻറ്റു 120 കൂടി ഉണ്ട്. അപ്പം നമ്മൾ ഈ നമ്പറിനെ വീണ്ടും എന്ത് ചെയ്യണം, ഈ 120 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം നമുക്ക് ഈ നമ്പർ ഇപ്പം നമുക്ക് അവിടെ ആൻസർ കിട്ടി, ഇതിൻ്റെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ ഇനി 25120 വേണമെങ്കിൽ 0 ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ നമുക്ക് 0 കൊണ്ട് ചെയ്യണം. അപ്പോൾ 2512 ഇൻറ്റു 12 ചെയ്യാം. ലാസ്റ്റ് ഇവിടെ 2 0 ഇട്ട് കൊടുക്കണം കേട്ടോ, എപ്പോഴേ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് മറന്നു പോകും. ഇവിടുത്തെ ഒരു 0 ഇവിടുത്തെ ഒരു 0, ഈ 2 0 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം 2 ഇൻറ്റു 2 4, 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു 5 10, റിമൈൻഡർ 1, 2 ഇൻറ്റു 2 4 പ്ലസ് 1 5. ഇനി 1 കൊണ്ട് ചെയ്യാം. 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 1 5 2. ഓക്കെ, ആഡ് ചെയ്യാം. 4 4 1 5 5 10 30144. അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 30144. ഇനി നോക്ക്, ഇവിടെ 2 നമ്പർക്ക് ഇപ്പുറം എന്തുണ്ട്, പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ഈ 2 0ന്റെ ഇപ്പുറത്ത് പോയിന്റ് വന്ന്, അപ്പോൾ എന്ത് വന്നു 30144.00. ഈ പോയിന്റിന് ശേഷം 4 വന്നാൽ അതിനെന്താണ്, അതിന് വലിയ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ആൻസർ 30,144. നമ്മൾ യൂണിറ്റ് സെന്റിമീറ്ററിലാണ്, നമ്മൾ ഏരിയയാണ് കണ്ടത്. കർവ്ഡ് സർഫേസ് ഏരിയ ആണ്, അല്ലെങ്കിൽ പരപ്പളവാണ് കണ്ടത്. അതിന്റെ യൂണിറ്റ് പറഞ്ഞാൽ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം 30,144 സെന്റിമീറ്റർ സ്ക്വയർ ഒരു തവണ ഇത് കറങ്ങുമ്പോൾ അത്രയും ഏരിയ അത് കവർ ചെയ്ത് നിരപ്പാക്കും. അപ്പോൾ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് പറയണത്. എന്താണ്, ദ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ബേസ് ഏരിയ. What is the relation between its base radius and height? അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയയും അതിൻ്റെ ബേസ് ഏരിയയും ഈക്വൽ ആണ്. എന്താണ്, ഒരു സിലിണ്ടറിന്റെ വക്രപരപ്പും അതിന്റെ പാദപരപ്പും ഈക്വൽ ആണ്, അത് രണ്ടും തുല്യമാണ് തന്നിട്ടുണ്ട്. ഇനി ഈ ബേസിന്റെ റേഡിയസും അതുപോലെ ഈ സിലിണ്ടറിന്റെ ഹൈറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അവർ തമ്മിൽ എന്താണ് ബന്ധം? അത് എച്ചും ആറും, പാദത്തിന്റെ ആരവും സ്തംഭത്തിന്റെ ഉയരവും തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടോ, വല്ല ബന്ധമുണ്ടോ നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം അവർ തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ തന്നിട്ടുണ്ട്. എന്താ തന്നത്, നമുക്കിവിടെ ആദ്യം ജസ്റ്റ് ഒരു സിലിണ്ടർ വരയ്ക്കാം. ഇതാ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളോട് ഇവിടെ പറഞ്ഞത് നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഈ ഒരു സിലിണ്ടറിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ എന്തിനോട് ഈക്വൽ ആണ്, അതിന്റെ ബേസ് ഏരിയനോട് ഈക്വൽ ആണ് അല്ലേ. കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഭാഗം അല്ലേ, ഈ ഭാഗമാണ് കർവ്ഡ് സർഫേസ് ഏരിയ. ബേസിന്റെ ഏരിയ എന്താണ്, ബേസ് ഏതാണ്, ഇതാണ് ബേസ് അല്ലേ. അപ്പൊ ബേസിന്റെ ഏരിയനോട് എന്ത് ഈക്വൽ ആണെന്ന് പറഞ്ഞത്, കർവ്ഡ് സർഫേസ് ഏരിയ. അപ്പൊ നമുക്ക് തന്ന കാര്യം നമുക്കൊന്ന് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് ഇതാ കർവ്ഡ് സർഫേസ് ഏരിയ ഈക്വൽ ടു ബേസ് ഏരിയ തന്നിട്ടുണ്ട്. വക്രപരപ്പും പാദപരപ്പും ഈക്വലാന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഒരു സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭമാണെങ്കിൽ അതിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ എന്താണ്, കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക, 2πRh അല്ലേ. നമ്മൾ പഠിച്ചു πdh ഉണ്ട്, 2πRh. ഇവിടെ നമുക്ക് റേഡിയസ് വെച്ചിട്ടുള്ള റിലേഷൻ കാണാൻ പറഞ്ഞതുകൊണ്ട് ആരം വെച്ചിട്ടുള്ള റിലേഷൻ കാണാൻ നമ്മൾ റേഡിയസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഒന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ കർവ്ഡ് സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ 2πRh. അപ്പോൾ ഇതിന്റെ കിട്ടി. ഇനി ബേസ് ഏരിയ ഇവിടുത്തെ ബേസിന്റെ ഷേപ്പ് എന്താ, ബേസ് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തമാണ് അല്ലെ, ഇങ്ങനെ സർക്കിൾ ആണ്. ഇതിന്റെ ഏരിയ, ഇതിന്റെ റേഡിയസ് 6 ആണെങ്കിൽ ഇതിന്റെ ഏരിയ ബേസ് ഏരിയ അല്ലെങ്കിൽ പാദപരപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് πr². അപ്പൊ നമുക്ക് തന്നത് ഈ 2πRhഉം ഈ πr² ഈക്വൽ ആണ് തന്നത്. അപ്പൊ നമുക്കത് ഈക്വൽ ആക്കിയിട്ടൊന്ന് എഴുതി നോക്കാം. അപ്പൊ എങ്ങനെ വരും നോക്കാം. അപ്പൊ നമുക്ക് എഴുതാം
2πRh ഈക്വൽ ടു πr². ഇനി ഇങ്ങനെ വന്നാൽ ഒന്നല്ല നമുക്ക് ഇങ്ങനെ ഈക്വലിന്റെ പ്രത്യേക ഡിവിഷനൊക്കെ എഴുതിയിട്ട് എഴുതാം. അല്ലെ ഇങ്ങനെ തന്നെ വരുമ്പോൾ ഈക്വലിന്റെ അപ്പുറവും ഇപ്പുറവും സെയിം ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അതായത് ഇവിടെ എന്താണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഇടയിൽ പ്ലസോ മൈനസോ ഒന്നല്ല, പ്ലസോ മൈനസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, അല്ല എന്താണ് അങ്ങനെ ചെയ്യണം. ഇത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആരൊക്കെ കട്ട് ചെയ്ത് കളയാം, ഇവിടെ നോക്കുക, ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെയും ഒരു പൈ ഉണ്ട്. ആ പൈനെ നമുക്കാണ് കട്ട് ചെയ്ത് കളയാം. ഇനി r² എന്ന് പറഞ്ഞാൽ r ഇൻറ്റു 6 ആണ്. അതിലൊരു 6 നമ്മൾ കട്ട് ചെയ്തു, ഇവിടെ ഒരു 6 കട്ട് ചെയ്തു. ഇനി ആരും കട്ട് ചെയ്യാണ്ടോ, ഇല്ല. അപ്പോൾ ഇനി ബാക്കി ആരൊക്കെയെല്ലാം വന്നത്, ഇവിടെ 2 ഉണ്ട്, h ഉണ്ട് അല്ലേ. 2h ഈക്വൽ ടു ഇവിടെ ആര് വന്നു, പയ്യും പോയി, ഒരു 6ഉം പോയി, ബാക്കി 6 മാത്രമല്ലേ അല്ലേ. യെസ്, നമുക്ക് എന്താ നമ്മുടെ റിലേഷൻ കിട്ടി, നമ്മുടെ ബന്ധം കിട്ടി. ഇവിടെ ഇനിയിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ കട്ട് ചെയ്യാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങോട്ട് കൊണ്ടുവരാം, രണ്ടിനും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, എന്നിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ അപ്പുറം ഇപ്പുറം സെയിം ആൾക്കാരെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 2h ഈസ് ഈക്വൽ ടു 6 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് 2 ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എന്താണ് റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്. അപ്പോൾ നമുക്ക് എഴുതാം 2 ഇൻറ്റു ഹൈറ്റ്, അതായത് ഇതിൻ്റെ ഹൈറ്റിൻ്റെ 2 ടൈംസ് ഹൈറ്റ് ആരത്തിൻ്റെ ഇരട്ടിയായിരിക്കും. 2 ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഇതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. അപ്പോൾ എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറയണത്, എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ with sides 48 centimeters and 25 centimeters is rolled into a cylinder of height 25 centimeter and its ends are closed with exactly fitting circles. What is the total surface area of the cylinder? അപ്പോൾ എന്താണ്, ഒരു മെറ്റലിൻ്റെ എന്തുണ്ട്, ഒരു ചതുര തകിട്, ഒരു മെറ്റലിൻ്റെ ഒരു ഷീറ്റ് ഉണ്ട്, അതിൻ്റെ നീളവും വീതിയും നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് ഒരു സിലിണ്ടർ ആക്കുകയാണ്, ഒരു വൃത്തസ്തംഭമാക്കുകയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഹൈറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിൻ്റെ ഉപരിതല പരപ്പ് അല്ലെങ്കിൽ ടോട്ടൽ സർഫേസ് ഏരിയ കാണാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ആ ചതുര തകിട് എങ്ങനെയാണ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇങ്ങനെയുള്ള ഒരു ചതുര തകിടുണ്ട്, അതിൻ്റെ നീളം 48 തന്നിട്ടുണ്ട്, വീതി എത്രയാണ് 25. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സൈഡ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുരുട്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഈ സൈഡിന് രണ്ടിനും ചുരുട്ടിയിട്ട് ഇപ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു പേപ്പറാണ് വിചാരിച്ചോ, ഈ പേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു സിലിണ്ടറാക്കി മാറ്റാം. മുളഞ്ഞിരിക്കണം കൊണ്ടാണ് നേരെ മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു ശരിക്കും ഇങ്ങനെ ഒരു സിലിണ്ടറാക്കി മാറ്റാം, റൗണ്ടായിട്ടോ അത് ആയിട്ട് അങ്ങനെ ഒരു വൃത്തസ്തംഭമാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ആ സിലിണ്ടർ എങ്ങനെ വരും, ജസ്റ്റ് ആ സിലിണ്ടറിന് വരച്ച് നോക്കാം. അതിൻ്റെ ഹൈറ്റ് 25 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് എന്താണ്, ഇത് 25, ആ സൈഡാണ് നമ്മുടെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ സിലിണ്ടറിൽ ഇത് 25 വരും. അപ്പോൾ ഈ 48 എന്താ വരിക, ഇത് കൃത്യം കറക്റ്റായിട്ട് സർക്കിളായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ എന്താണ് കോർണർ തട്ടുമ്പോൾ ശരിക്കും ഒരു സർക്കിളായിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഇത്രയും ഇതിൻ്റെ ഈ ബേസിൻ്റെ എന്താണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവല്ലേ, പാദത്തിൻ്റെ ചുറ്റളവാണ് നമുക്ക് 48 എന്ന് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ ഹൈറ്റ്, ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ബേസ് സർക്കംഫറൻസ് അല്ലെങ്കിൽ പാദ ചുറ്റളവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം നമുക്ക് അവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ ബേസ് സർക്കംഫറൻസ് പാദ ചുറ്റളവ് 48, ഹൈറ്റ് 25, ഇത് നമുക്ക് രണ്ടും തന്നതാണ്. നമുക്ക് എന്താ കണ്ടത്, ടോട്ടൽ സർഫേസ് ഏരിയ അല്ലെങ്കിൽ ആകെ ഉപരിതല പരപ്പ് കാണണം. അപ്പോൾ നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ ഇത് നോക്കാം. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ എന്താണ്, കർവ്ഡ് സർഫേസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ ആണ് ഇക്വേഷനിൽ. അതായത് ഉപരിതല പരപ്പ് എന്ന് പറഞ്ഞാൽ വക്രപരപ്പും 2 ഇൻറ്റു പാദപരപ്പ്, ഇത് രണ്ടും കൂടി വക്രപരപ്പും പാദപരപ്പും ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയ കിട്ടുക. ഇനി നമ്മൾ എന്താദ്യം കാണണം, കർവ്ഡ് സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ. എന്നാലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം കർവ്ഡ് സർഫേസ് ഏരിയ പിന്നെ ബേസ് ഏരിയ കണ്ടതിന് ശേഷം അത് രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് കർവ്ഡ് സർഫേസ് ഏരിയ എന്താണ്, കർവ്ഡ് സർഫേസ് ഏരിയ ഇക്വേഷൻ എന്തായിരുന്നു. അപ്പോൾ കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ബേസ് സർക്കംഫറൻസ് ഇൻറ്റു ഹൈറ്റ്, വക്രപരപ്പ് പറഞ്ഞാൽ പാദ ചുറ്റളവ് ഇൻറ്റു ഉയരാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇനി ഇത് കാണാം. കർവ്ഡ് സർഫേസ് ഏരിയ ഞാനിപ്പോൾ CSA എന്ന് എഴുതുന്നുണ്ട് കേട്ടോ, നീട്ടി വിളിച്ച് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് CSA എന്നത് നിങ്ങൾ എന്താണ് കർവ്ഡ് സർഫേസ് ഏരിയ അല്ലെങ്കിൽ വക്രപരപ്പ് എന്ന് എഴുതണം കേട്ടോ. ഈക്വൽ ടു നമുക്ക് ബേസ് സർക്കംഫറൻസ് അല്ലെങ്കിൽ പാദത്തിൻ്റെ ചുറ്റളവ് നമ്മൾ ഇത്ര എടുത്തത് നമുക്കറിയാം. ആ സിലിണ്ടറിൻ്റെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ 25ഉം ഇത് ഈ ചുറ്റളവ് നമുക്ക് എന്താണ് 48 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ
ബേസ് സർക്കംഫറൻസിന് പകരം 48 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 25 ആണ് അല്ലേ, ഇൻറ്റു 25. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇൻറ്റു ചെയ്യണം. 48 ഇൻറ്റു 25 ചെയ്യുമ്പോൾ 8 ഇൻറ്റു 5 40, 4 4 20, 24 24, 8 16, 1 24 8 3 9. 1200 അല്ലെങ്കിൽ 1200 കിട്ടി. അപ്പം നമുക്ക് കേർവ്ഡ് സർക്കംഫറൻസ് അല്ലെങ്കിൽ കേർവ്ഡ് സർഫേസ് ഏരിയ അല്ലെങ്കിൽ വക്രപരപ്പ് എത്ര കിട്ടി? 1200 cm² കിട്ടി. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്ത് കാണണം? ബേസ് ഏരിയ കാണാം അല്ലേ. അപ്പോൾ ബേസ് ഏരിയയുടെ ഇക്വേഷനും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊന്ന് എഴുതാം. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർക്കിൾ, ഇതാണ് ബേസ്. ഈ സർക്കിൾ ഇതിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ അറിയാം, πr² ആണ് അല്ലേ. ഇനി ഇവിടെ നോക്കൂ, 2 ഇൻറ്റു ബേസ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ രണ്ട് ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഇൻറ്റു ബേസ് ഏരിയ പറഞ്ഞാൽ ഇവിടെ 2 വരും. അപ്പോൾ 2πr² വന്ന്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് പറയാം? നമുക്ക് 2πr² കൂടിയും കാണാം. അപ്പോൾ അത് നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ടോ? ഈ റേഡിയസ്, ഇവിടുത്തെ റേഡിയസ് നമുക്ക് തന്നിട്ടില്ല, ഇല്ലല്ലോ. ഇനി അപ്പോൾ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ സർക്കംഫറൻസ്, ബേസിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ എന്താ പറയുക, ചുറ്റളവ്, പാത ചുറ്റളവ് എന്ന് പറയാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റളവ് കാണാം. ഒരു സർക്കിൾ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഇവിടെ നിന്ന് ഇതുവരെ വീണ്ടും ഈ പോയിന്റിൽ എത്തണവർ ഇതിന്റെ ചുറ്റുള്ള അളവിനാണ് നമ്മൾ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയാം. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഇവിടെ 48 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സർക്കംഫറൻസ് അല്ലെങ്കിൽ പാത ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ബേസ് സർക്കംഫറൻസ് അല്ലെങ്കിൽ പാത ചുറ്റളവ് നമുക്കറിയാം എത്രയാണ്? 48 ആണ്. 48 സെന്റിമീറ്റർ ആണ്. ഇനി ഈ ബേസ് ഡയമീറ്റർ അല്ലെങ്കിൽ ബേസ് സർക്കംഫറൻസ് അല്ലെങ്കിൽ പാത ചുറ്റളവ് കാണേണ്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. എന്താണെന്നറിയോ? 2πr. ഒരുമിച്ച് വയ്ക്കുക. എന്താണ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വൃത്തത്തിന്റെ ചുറ്റളവിന്റെ ഇക്വേഷൻ എന്താണ്? ഇതിന്റെ ഇക്വേഷൻ ആണ് 2πr ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 48 എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2π, നമുക്ക് വാല്യൂ 2 വരാണതാണ്, 6 ആണ് ഇവിടെ അറിയാത്തത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ ശരിക്കും എന്താ ചെയ്തിരിക്കുന്നത്? 2π ഇൻറ്റു r ഈക്വൽ ടു 48 ആണ്. ആറിനെ മാത്രം നമ്മൾ ഇവിടെ നിർത്തി. r ഈക്വൽ ടു ഈക്വലിന്റെ ഇപ്പുറം ഓൾറെഡി എന്തുണ്ട്? 48 ഉണ്ട്. ഇനി 2π ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇൻറ്റു ചെയ്തു, അതേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അത് ഇൻറ്റു ഈക്വലിന്റെ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും, ഹരണാവും. അപ്പോൾ ഈ 2π അങ്ങോട്ട് പോകുമ്പോൾ ഈ ഈക്വലിന്റെ അങ്ങോട്ട് തട്ടുമ്പോൾ എന്തായി? ഡിവൈഡഡ് ബൈ 2π വന്നു. അപ്പോൾ r നമുക്ക് എന്ത് കിട്ടി? 48 ഡിവൈഡഡ് ബൈ 2π എന്ന് കിട്ടി അല്ലേ. ഇനി 2നെയും 48നെയും നമുക്ക് കട്ട് ചെയ്യാം. 48 കട്ട് ചെയ്യുമ്പോൾ 48ന്റെ പകുതി എത്രയാണ് നോക്കുക, അല്ലെങ്കിൽ 48 ഡിവൈഡ് ബൈ 2 നോക്കുക. അല്ലെങ്കിൽ 4ന്റെ പകുതി 2 ആണ്, 8ന്റെ പകുതി 4 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ π ഇവിടെ കിട്ടി. നമുക്ക് വേണമെങ്കിൽ പൈൻ്റെ 3.14 വാല്യൂ ഇട്ട് കൊടുക്കാം. പക്ഷെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ എങ്ങാനും ക്യാൻസൽ ആയി പോയാൽ നമുക്ക് അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഇനി ഇത് റേഡിയസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മളെ ബേസ് ഏരിയ കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ കർവ്ഡ് സർഫേസ് ഏരിയയുടെ കൂടെ 2 ഇൻറ്റു ബേസ് ഏരിയയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു ബേസ് ഏരിയ നമുക്ക് കാണാം. ഇൻറ്റു ബേസ് ഏരിയ അല്ലെങ്കിൽ പാത പരപ്പ് കേട്ടോ, ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 2πr² ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 2 ഇൻറ്റു പൈൻ്റെ വാല്യൂ, പൈ നമുക്ക് അതുപോലെ ഇടാം, കാരണം ചിലപ്പോൾ ക്യാൻസൽ ആയി പോകും. 2π. r എന്താണ്? r നമുക്ക് കിട്ടിയത് 24 ബൈ π ആണ്. r ഈസ് ഈക്വൽ ടു, അപ്പോൾ r പകരം r² ആണ്. അപ്പോൾ നമുക്ക് 2 തവണ 24π ചെയ്യാം. അപ്പോൾ ഇൻറ്റു 24 ഡിവൈഡ് ബൈ π ഇൻറ്റു 24 ഡിവൈഡ് ബൈ π. ഇനി അപ്പോൾ 2πr² വന്നു ബേസ് ഏരിയ. ഇനി നമുക്ക് ക്യാൻസൽ, ഈ പൈയും ക്യാൻസൽ ആയി പോയി അല്ലേ. ഇനി വേറെ വല്ലതും ക്യാൻസൽ ആവോ? ഇവിടെ 2 ഇൻറ്റു 24 ഡിവൈഡ് ബൈ π ചെയ്യണം നമ്മൾ. വേറെ ഒന്നും ഇവിടെ ക്യാൻസൽ ആയി പോകാനില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 ഇൻറ്റു 24 ഒരു ഡിവൈഡഡ് ബൈ പൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 3.14 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 2 ഇൻറ്റു 24 ആദ്യം 24 ഇൻറ്റു 24 ചെയ്യാം.
24 ഇൻറ്റു 24 ചെയ്യുമ്പോൾ 4 ഇൻറ്റു 4 8 4 576 കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 576. ഇനി എന്ത് ചെയ്യണം, നമുക്ക് പൈ തന്നെ കൊടുക്കാം, ഡിവൈഡ് ബൈ പൈ തന്നെ കൊടുക്കാം. 3.14 നമുക്ക് ലാസ്റ്റ് വേണം ചെയ്യാം. അപ്പോൾ ഇതെന്താണ് കിട്ടിയത് നമുക്ക്? 2 ഇൻറ്റു ബേസ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആയോ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്തെല്ലാം വേണ്ടിയിരുന്നു? കേർവ്ഡ് സർഫേസ്, നമ്മുടെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടു. അപ്പോൾ കേർവ്ഡ് സർഫേസ് ഏരിയ നമ്മൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്, ഇയാൾ കണ്ടുവച്ചിട്ടുണ്ട്. 2 ഇൻറ്റു ബേസ് ഏരിയ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. രണ്ടും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയ നോക്കാം. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ കാണാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കേർവ്ഡ് സർഫേസ് ഏരിയയിലെ വക്രപരപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1200 പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയയിലെ 2ൻ്റെ പാത പരപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയിരിക്കുന്നത്? 576 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 ഇതല്ലേ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ 566 വേണം ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ 576 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2 ഇൻറ്റു 6 12 1 14 3 15 വീണ്ടും 1 10 1 11 1152. അപ്പം നമ്മുടെ ലാസ്റ്റ് 1200 പ്ലസ് 1152 ഡിവൈഡഡ് ബൈ പൈ. ഇനി പൈൻ്റെ വാല്യൂ ഒന്നും ചെയ്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെ ചെയ്യുക? എന്നിട്ട് എന്താണ് എക്സാമിന് വരുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ടൈം കുറേ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൈൻ്റെ വാല്യൂക്ക് കൊടുത്തിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത്ര ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ഇതെന്താണ്? നമ്മൾ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? നമ്മളിത് കണ്ടുപിടിച്ചിരിക്കുന്നത് ടോട്ടൽ സർഫേസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പാണ്. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ആൻസർ കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ചാപ്റ്റർ ഇതോടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ. നിങ്ങൾ കുറേ പേര് ക്ലാസ് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.